وقال الشيخ العارف أبو الحسن الثوري رضي الله عنه മഹാൻ പറയുന്നു എന്ത് ഷാഹദൽ ഹഖു അൽ ഖുലൂബ അല്ലാഹു തആലയോട് അല്ലെങ്കിൽ ഷാഹദൽ ഹഖ് അൽ ഖുലൂബ അല്ല ഷാഹദൽ ഹഖു അൽ ഖുലൂബ ഹഖ് തആല ഖൽബുകളെ നേരിട്ടെന്ത് കണ്ടു, നേരിട്ട് സാന്നിധ്യമുണ്ടായി ഖൽബുകളുമായി. അങ്ങനെ ഫലം നിറ ഖൽബൻ, ഒരു ഹൃദയത്തെയും ഹഖ് തആല കണ്ടിട്ടില്ല. അസ്വഖ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ആശിക്കുന്ന ഇഷ്ക് വെക്കുന്ന ഒരു ഹൃദയം അല്ല കണ്ടിട്ടില്ല. മിൻ ഖൽബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ ഖൽബിനേക്കാൾ, നബി തങ്ങളുടെ ഇഷ്ക്, നമ്മുടെ ഖൽബ് മുഹബ്ബത്തൊക്കെ അള്ളാഹുവിലേക്കാണ്. അതിനേക്കാളും വലിയൊരു ഖൽബ് അള്ളാഹു തആല കണ്ടിട്ടേയില്ല ഒരാൾക്കും എന്നാണ്. നബി കമാലിയായ മനസ്സിലെ കമാലത്തുള്ള മനസ്സിലെ നബി. അപ്പൊ കമാലിയത്തുള്ള നബിക്ക് ഖൽബുമായി നല്ല ബന്ധം തന്നെ ഉണ്ടാവില്ല അള്ളാഹിനോട്. അങ്ങനെ വന്നപ്പോൾ അക്രമഹു ബിൽ മിഅ്റാജി, അപ്പോ ആകാശാരോഹണം കൊണ്ട് നബി തങ്ങളെ അള്ളാഹു തആല ആദരിച്ചു. എന്തിന്? തഅജീൽ റുഇയത്തി വൽ മുകാലമത്തി, ഇങ്ങനെ ഇഷ്ക് വെച്ച ആ ഒരു ഖൽബ്, അത്തരമൊരു ഖൽബുള്ളൊരു വ്യക്തി നബിയല്ലേ. അപ്പൊ നബിയെ നേരിട്ട് കണ്ട് നേരിട്ട് സംസാരിക്കണം. അത് വേഗത്തിലാക്കാൻ വേണ്ടിക്കൊണ്ട് തന്നെയാണ് ആകാശാരോഹണം നിമിഷ സമയങ്ങളെ കൊണ്ടുണ്ടായത്. ഷേഖുൽ ആരിഫ് ബഹറുൽ മാരിഫ്, അങ്ങനെയാണ് അൽഷേഖ് പറഞ്ഞതെങ്കിൽ ഇവിടെ നോക്കാം. വഖാല ഷേഖുൽ ആരിഫ് ബഹറുൽ മാരിഫ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നു, റകലത്ത് അർവാഹുൽ അംബിയാഇ ഫീ മൈദാനിൽ മഅരിഫ, മഅരിഫത്തിന്റെ കളത്തിൽ അംബിയാക്കളുടെ ആത്മാക്കൾ ഇങ്ങനെ ചാടിയോടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഫസബഖത്ത് റൂഹു നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർവാഹൽ അംബിയാ ഇലാ റിയാദിൽ വിസാൽ, അല്ലാഹു തആലയിലേക്ക് എത്തിച്ചേരുക എന്ന റിയാദയിൽ അംബിയാക്കളുടെ ആത്മാക്കൾക്ക് മുന്നിൽ ഹബീബായ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവും കടന്നു. ഇങ്ങനെയാണ് ദുന്നൂനിൽ മിസ്രിയുടെ അഭിപ്രായം. അപ്പോ മഅരിഫത്ത് എന്ന് പറയുന്ന ഒരു മൈതാനം, വളരെ ഗ്രൗണ്ടാണ്. ആ മഅരിഫത്ത് തന്നെ അള്ളാഹിനെ കുറിച്ച് അറിയുന്നത് മാത്രമേ ഉള്ളൂ. ആ ഗ്രൗണ്ടിൽ അമ്പിയാക്കളും എല്ലാ ആത്മാക്കളും ഓടിച്ചാടി നടക്കുകയാണ്. ആ ചാട്ടത്തിൽ വിജയിച്ച് മുന്നോട്ട് പോയത് ഹബീബിന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആത്മാവാണ്. അങ്ങനെ അലിയാർ തങ്ങളെ തൊട്ട് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തത് അന്നഹുഖാൽ, അലിയാർ തങ്ങൾ പറയുന്നു, അൽ ബുദലാ ബിശ്ശാം, അബ്ദാലികളൊക്കെ ഷാമിലാ ഉള്ളത്. നുജബാ മിസ്റിലുമുണ്ട്. വൽ അസായിബ്, അസായിബ് എന്ന് പറഞ്ഞ വിഭാഗം ഇറാഖിലാണ്. നുഖബാ എന്ന് പറഞ്ഞ വിഭാഗം ഖുറാസാനിലാ ഉള്ളത്. ഔത്താദ് എന്ന് പറഞ്ഞ ബിസായിലെല്ലാം മറ്റു ഭൂമി എല്ലായിടത്തും ഉണ്ട്. ഖിദർ അലൈഹിസ്സലാം, ഖിദർ നബി അലൈഹിസ്സലാം സയ്യിദുൽ ഖൗം, ഈ പറയുന്ന എല്ലാവരുടെയും നേതാവ് ഖിദർ നബി അലൈഹിസ്സലാമാണ്. അങ്ങനെയാണ് പറയുന്നത്. അവരാണ് പിന്നുള്ളത്. ഖിദർ അലൈഹിസ്സലാം, ഇവിടെ അബ്ദാലിങ്ങൾ, നുജബാവ്, അസായിബ്, നുഖബാവ്, ഔത്താദ് എന്ന് പറയുന്ന സ്ഥാനപ്പേരുകളാണ്. അതിന്റെ വാക്കാർത്ഥങ്ങളിലേക്കും നിർവചനങ്ങളിലേക്കും പോയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അത് കിതാബാണ് പരതേണ്ടി വരും. എന്താണ് പറഞ്ഞതൊക്കെ, അല്ലെങ്കിൽ വാക്കർത്ഥം നോക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഖിദർ അലൈഹിസ്സലാമിനെ തൊട്ടുദ്ധരണി ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, 300 ഒരു 300 ആളുണ്ട്. കുമുൽ ഔലിയാവ്, അവരൊക്കെ ഔലിയാക്കളാണ്. 300 ആണ്. 70 നുജബാ, ഈ 370 പേരുണ്ട്, അവര് നുജബാ ആണ്. 40 അവർ 40 പേര് ഔത്താദിൽ അർളാണ്. 10 ഒരു 10 ആളുണ്ട്, നുഖബാ, അവർ നുഖബാ. 7 ഒരു 7 ആണ്, ഉറഫാ, അവർ ഉറഫ എന്ന് പറയുന്ന വിഭാഗമാണ്. 3 ആളുണ്ട്,
ഉമൽ മുഖ്താറൂന, അവർക്ക് പേര് മുഖ്താർ എന്നാണ്. വവാഹിദും മിൻഹും, അവരിൽ ഒരാളുണ്ട്, അയാൾ ഔസ് എന്ന് പറയുന്നതാണ്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 300 70 70 കൂട്ടിയാൽ 110, 110ഉം 120, 127, 127, 330, 130ഉം 131. അത് വേറെ ഇത് വേറെ. 300 ഔലിയാക്കളുണ്ട്, ഈ പറഞ്ഞ ആൾക്കാർ വേറെ. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല കൊണ്ട് മഹാന്മാരെ. വറവോ അൻ അബീ ദർദാ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അന്നഹു ഖാൽ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയം എന്ത്? ഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹു തആലക്ക് അടിയങ്ങളുണ്ട്. യുഖാലുഹും, അവർക്ക് പറയുന്ന പേര് അൽ അബ്ദാൽ, അബ്ദാൽ എന്ന് പറയുന്ന അടിയങ്ങളുണ്ട്. ലം യബ്ലുഗു മാ ബലഗു, അവർ എത്തിച്ചതായിരിക്കുന്ന സ്റ്റാൻഡേർഡുകൾ, സ്ഥാനൊന്നും അവർ എത്തിച്ചിട്ടില്ല. ബികദറത്തി സൗമി, കുറെ നോമ്പ് നോറ്റത് കൊണ്ടല്ല, വസ്സലാത്തി, ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടുമല്ല, വതഖസ്സി, നല്ലോണം ഭക്തി ഉണ്ടാക്കിയത് കൊണ്ടുമല്ല. ഇതൊന്നും വേണ്ടെന്നല്ല അർത്ഥം, അതുകൊണ്ടൊന്നും അല്ല. ഹല്യത്തി, നല്ല കളർ, അതുകൊണ്ടുമല്ല അവർ എത്തിച്ചത്. പിന്നെയോ വലാകിൻ ബലഗു, ഈ ഉന്നതമായിരിക്കുന്ന പദവി മഹാന്മാർ എത്തിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ബലഗു ബിസിദ്ഖിൽ വറഇ, യഥാർത്ഥ സൂക്ഷ്മത, വഹുസ്നുൻ നിയ്യത്ത്, നല്ല മനസ്സ്, നല്ല കരുത്ത്, വസലാമത്തി സുദൂർ, ഹൃദയം എല്ലാ കീടങ്ങളെ തൊട്ടും രക്ഷപ്പെടുക, വറഹ്മത്തി ലിജമീഅൽ മുസ്ലിമീന, സർവ മുസ്ലിങ്ങളോടും കരുണ കാണിക്കുക, ഇത്യാദി വിശേഷമുള്ളത് കൊണ്ടാണ് അവരെ സ്ഥാനം എത്തിച്ചത്. ഇസ്തബാഹുമുല്ലാഹ്, അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു. ബിഇൽമിഹി, അള്ളാഹു തആലയുടെ അറിവ് കൊണ്ട് തെരഞ്ഞെടുത്തു അവരെ. വസ്തഖ്ലസഹും ലിനഫ്സിഹി, അവര് അവരുടെ സ്വന്തം നഫ്സിന് വേണ്ടി അവർ തന്നെ തനിച്ചു നിൽക്കുകയും ചെയ്തു, ഖിലാസ് ഉണ്ടാക്കി. വഹും, അവർ എത്ര പേരാണ്? 40 റജുലൻ, 40 പേരാണവർ. അലാ മിസ്ലി ഖൽബി ഇബ്രാഹിം, ഈ 40 പേർക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സാണ്. അതിനു വേണ്ടി ലായമൂത്തു റജുലു മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിക്കൂല. അപ്പൊ ഒരാളും തന്നെ കൂട്ടത്തിൽ മരിക്കുന്നില്ല, അല്ലാഹു തആല സൃഷ്ടിക്കുന്നവരെ ഉമ്മൻ ഒരുത്തനെ. യഖ്ലുബു, ഈ മരിച്ചുപോയ ആൾക്കാർ പറഞ്ഞതിന് പ്രതിനിധിയാവും, പകരക്കാരനാണ്. അങ്ങനെയുള്ള ഒരാളെ അല്ലാഹു തആല എന്താവും? സൃഷ്ടിക്കും. അതുവരെ എന്താവും നടത്താം. നീ അറിയണം, എന്താ അറിയേണ്ടത് അറിയാം. അന്നഹും ലാ യസുബ്ബൂന ഷൈഅൻ, ഒരു വസ്തുവിനെയും ഈ മഹാരഥന്മാർ ചീത്ത പറയില്ല. ഒന്നിനും ചീത്ത പറയില്ല, നമ്മൾ ആരെങ്കിലും ചീത്ത അറിയില്ല. ശപിക്കൂല്ല അതിനൊന്നും. മൻ താഴത്തവും, അവർക്ക് താഴ്ഭാഗത്തുള്ള ആൾക്കാരെ അവർ പീഡിപ്പിക്കൂല. വലായഹു, താഴത്തുള്ള ആൾക്കാരെ നിസ്സാരപ്പെടുത്തൂല്ല. പോലെ വലായഹസുദൂനയും, അവർക്കുള്ള അവർ ആശ്ചര്യമല്ല മീൻ പോക്കുകയും അവരുടെ എന്താണ് മുകൾ ഭാഗത്ത്. അപ്പൊ വലായഹസുദൂനമൻ ഫോക്കവും, അവരോട് മേലെ നിൽക്കുന്നവരാരോ അവരോടൊന്നും ഇവർക്ക് അസൂയ ഉണ്ടാവില്ല. മഹാരഥൻ നിഷ്കളങ്കൃതയാണ് അവർ. അത്യബുന്നാസ് ഖബറ, നല്ല വർത്തമാനം പറയുള്ളൂ. അയ്യനകും അരീക്കത്തൻ, അതുപോലെ തന്നെ ഖൽബാൻ, നല്ല മഴമുള്ളവരാണ് അവർ. അസ്കാഹുൻ നഫ്സൻ, ഹൃദയത്താൽ അവർ നല്ല ധർമ്മിഷ്ഠന്മാരാണ്. ലാ തുദ്രിക്കുമുൽ ഖൈറുൽ മുജറാത്ത്, നല്ലോണം നടന്ന് സഞ്ചരിക്കുന്ന കുതിരയുണ്ടല്ലോ, ആ കുതിരക്കൊന്നു പോലും ഇവരെ എത്തിക്കാൻ കഴിയില്ല. അത്രത്തോളം കാണാൻ പറ്റാത്തവരുണ്ട്. വലിയാവുൽ ആവാസിബു, അടിച്ചു വീശുന്ന കാറ്റുകളെ കൊണ്ടും എത്തിക്കാൻ കഴിയൂല. സീമാ ബൈനവും ബൈന സിജിയും, അവരുടെയും അവരുടെ സിജിന്റെയും ഇടയിൽ ഉള്ള ഒന്നിൽ ഇഷവാറ്റും, ഇവരുടെ ഹൃദയങ്ങൾ മുകൾ ഭാഗങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇർത്തിയാഹൻ ഇലല്ലാഹി തആല, അള്ളാഹുവിനെ കൊണ്ട് റാഹത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഖൈറാത്തി, ഗുണങ്ങളിൽ മുൻകടക്കുന്ന വിഷയത്തിൽ അള്ളാഹു തആല പുറത്തോർക്ക് വേണം. അപ്പൊ അത്ര സുഖം കിട്ടണം. ഇങ്ങനെ ചെയ്യേണ്ട അങ്ങനെയാണ്. ഉലൈക കൂട്ടർ ഹിസ്ബുല്ലാഹി, അള്ളാഹിന്റെ പാർട്ടിക്കാരാണ്. അലാ അറിയണേ, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ,
അപ്പൊ ഇവരാണ് യഥാർത്ഥം അള്ളാഹുവിന്റെ പാർട്ടിക്കാർ. ഇവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർ വിജയികളാണെന്ന് പറഞ്ഞു. വഹാദാബാദ് കലാമി, ഇതാണ് അദ്ദേഹത്തിന്റെ കലാം ചിലതല്ല. വറവോ അനിൽ ബറാബിൻ ആസിബ് റളിയല്ലാഹു അൻഹു, മൂപ്പറത്തൊട്ട് റിപ്പോർട്ട് അന്നോ ഖാൽ, ബറാബിൻ ആസിബ് തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി ഖവാസൻ, നിശ്ചയമായിട്ടും അല്ലാഹു തആലക്കുണ്ട് ഒരു ഖവായിസ് ഉണ്ട്. യസ്കുനു മിൻ റഫീഇ, അതെന്താണ് റഫീഅൻ? അപ്പൊ അങ്ങനെ പറയുന്നതാണ് ബറാബിൻ ആസിബ് തങ്ങളല്ലേ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി അല്ലാഹു തആലക്കുണ്ട് ഖവാസ, ചില പ്രത്യേകക്കാരുണ്ട്. യുസ്കിനുഹും റഫീഅ, അവർ താമസിപ്പിക്കുന്നതാണ് ഉയർന്ന ഭാഗത്തായിരിക്കും. പിന്നെ ജിനാനി, ജിനാനും തൊട്ട് ഉയർന്ന ഭാഗത്ത്. കാനോ, അവരായിരുന്നു നാസി, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അക്രമകാരികൾ തൊട്ടൊക്കെ അവർ ഉയർന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ്, പ്രത്യേകക്കാരാണ്. ഖുൽനാ റസൂലല്ലാഹ്, നബിയെ ഫകൈഫകാനു നാസി, ജനങ്ങളെ കൂട്ടത്തിൽ മൊത്തം പരിശോധിക്കുമ്പോൾ അവരാണ് ഏറ്റവും ആൾക്കാരെന്നല്ലേ എങ്ങനെ മനസ്സിലാകാനാ? എന്ത് പറഞ്ഞു? എങ്ങനെ നമ്മൾ പറഞ്ഞു തരും? നമുക്കത് അറിയുന്നില്ലല്ലോ. അപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കാം നമുക്ക്, ആരാണ് ആൾക്കാരുന്നാസ് എന്നുള്ളത്. അപ്പൊ എന്താ പറയുന്നത്? ബറാഇബ്നു ആസിബ് തങ്ങളെ തൊട്ട് അവർ റിപ്പോർട്ട് ചെയ്തത്, ഖാല, ബറാഇബ്നു ആസിബ് തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലില്ലാഹി, നിശ്ചയമായിട്ടും അല്ലാഹുണ്ട് ഖവാസ, ചില പ്രത്യേകക്കാരുണ്ട് അല്ലാഹു തആലാക്ക്. യുസ്കിനുഹുമുർ റഫീഅ മിനൽ ജിനാൻ, സ്വർഗീയ ലോകത്ത് വെച്ച് ഏറ്റവും ഉയർന്ന ഭാഗത്താണ് അള്ളാഹു താമസിപ്പിക്കുക. അങ്ങനെയുള്ള ചില പ്രത്യേകക്കാർ അല്ലാഹു തആലാക്കുണ്ട്. ഖാനു അഖറൻ നാസി, ജനങ്ങൾ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരായിരുന്നു അവർ. അപ്പോ റാവി പറയാണ്, ബറാന്നവർ പറയാണ്, ഖുൽനാ യാ റസൂലല്ലാഹ് വകൈഫ ഖാനു അഖറൻ നാസി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നബി ഓരെങ്ങനെ ഇത്ര വലിയ ബുദ്ധിമാന്മാരാ, അതിന്റെ കാരണം എന്താണെന്ന്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാമോ? കാന ഹിമ്മത്തുക്കും എന്നായിരിക്കണം, ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. കാന ഹിമ്മത്തും, അവർക്കുള്ളതായ ഹിമ്മത്ത്, മനക്കരുത്ത്, അൽ മുസാബഖത ഇലാ റബ്ബിഹിം അസല്ല, അള്ളാഹുവിലേക്ക് വേഗത്തിൽ മുൻകടക്കുക എന്നതായിരുന്നു അവിടെ മനക്കരുത്ത്. വൽ മുസാറഅത ഇലാ മാ യുർദിഹി, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ഏതാണോ അതിലേക്ക് അവർ വേഗം ഉളരുക എന്നതായിരുന്നു. വസഅദു ഫിദ് ദുനിയ, ഈ പ്രപഞ്ചത്തിലും, വഫീ ഫുദൂലിഹ, അതിലുള്ള അവശിഷ്ടങ്ങളും അവർ പ്രപഞ്ച ത്യാഗികളായി മാറി. അതൊന്നും ഓൽക്ക് വേണ്ട. ഇതൊക്കെ ബുദ്ധിമാന്മാർ ചിന്തിക്കുന്ന ഒന്ന് തന്നെയാണ്, നമ്മളെ മാരിയല്ല, നമ്മളെ മനസ്സിലാക്കിയതുമല്ല. വഫീ റിയാസത്തിഹ, ദുന്യാവിന്റെ നേതാവിത്വത്തിലും അവർ ആരെയും കൂശിയില്ല, അവരത് ഏറ്റെടുത്തതുമില്ല, അവർക്ക് ചിന്തിച്ചില്ല, മെയിൻ്റെയിൻ ചെയ്തില്ല. വനഈമിഹ, ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതും അവരെന്താക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, അതൊക്കെ ഒഴിവായി നിന്നു. അങ്ങനെ വഹാനത്ത് അലൈഹിം, ദുനിയാവ് അവർക്ക് അവസാനം അവരടക്ക് വളരെ നിസ്സാരമായി കണ്ടു. അങ്ങനെ സബറു കലീലൻ, കുറച്ച് അവരെന്താ ക്ഷമിച്ചു നിന്നു. വസ്തറാവു തവീലൻ, ദീർഘമായ സുഖം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളുണ്ടോ? നമുക്ക് ദുനിയാവ് വേണ്ടേ? നമ്മൾ എത്രയോ പൈസ കിട്ടാൻ വേണ്ടി മോഹിക്കുന്നു, ഇവർക്കതൊന്നും വേണ്ട. ഇങ്ങനെയായിരുന്നു അള്ളാന്റെ ഔലിയാക്കളുടെ ജീവിതം. വറവു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, എന്ത്? ബഅസ്തുൽ ഫുഖറാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക്. ഇവിടെ കാണുന്നപ്പോ അങ്ങനെയാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ള എന്താന്ന് ചോദിച്ചാല്, ഇവിടെ ബഅസത്തിൽ ഫുഖറാഉ തന്നെയാണ്. ഫുഖറാ അല്ല, ബഅസത്തിൽ ഫുഖറാഉ, ഫുഖറാക്കൾ പറഞ്ഞയച്ചു, സാധുക്കൾ പറഞ്ഞയച്ചു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ നബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആരെ? റസൂലിന്റെ ദൂതനെ പറഞ്ഞയച്ചിട്ട്, വയഖൂല യാ റസൂലല്ലാഹ്,
അങ്ങനെ ആ ദൂതൻ ചെന്നിട്ട് നബിനോട് ചോദിക്കുന്നു, നബിയെ ഇന്നി റസൂൽ ഫുഖറാഇലൈക, അങ്ങയുടെ അടുത്തേക്ക് ദൂതന്മാരായി സാധുക്കൾ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ. ഫഖാല, ഇത് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, മർഹബൻ ബിക വബിമൻ ജിഅത മിൻ ഇൻദിഹിം, നീ ആരുടെ അടുത്താണോ വന്നത് അവർക്കും സ്വാഗതം, നിന്നെ കൊണ്ടും സ്വാഗതം എന്ന് പറഞ്ഞ് നബി തങ്ങൾ വേഗത്തിൽ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചിട്ട് പറയുന്ന നബി തങ്ങളോട്, ഇദ്ദേഹം ജിഅതു മിൻ ഇൻദി ഖൗമിൻ, ഒരു വിഭാഗത്തു നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് നബിയെ. ഉഹിബ്ബുഹും, ഞാൻ അവരെ ഇഷ്ടം വെക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അവർ, അവരടുത്തുനിന്നാണ് നബിയെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത്. എന്നിട്ട് പറയുന്നത്, ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് ദൂതൻ പറയുന്നു, ഇന്നൽ ഫുഖറാ യഖൂലൂന ലക, സാധുക്കളായ ആളുകൾ നിങ്ങളോട് വിവരം പറയുകയാണെന്ത്, ഇന്നൽ അഗ്നിയാ ഖദ് ദഅവു ബിൽ ഖൈരി കുല്ലി, എല്ലാ നന്മകളും അതാ സമ്പത്തുള്ള ആൾക്കാർ കൊണ്ടുപോയി അവർ ധർമ്മം ചെയ്യുന്നു. അവർ പള്ളിയിലേക്ക് പോകാനല്ല സുഖം അവർക്കുണ്ട്, വീട്ടിലിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അവർക്കുണ്ട്, പള്ളി അവരെടുത്തു കൊടുക്കുകയാണ്. ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ കണക്കുകളും എല്ലാ നന്മകളും അവർ കൊണ്ടുപോകുന്നു നബിയേ എന്ന വറവാഹും. ഇതിനെ ചില ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്, എന്ത് ദഹബോബിൽ ജന്ന, ചില ആൾക്കാർ പറയും നന്മ സ്വർഗം കൊണ്ടുപോയി അവർ. കുംയഹജ്ജൂന, അവർ ഹജ്ജ് ചെയ്യുന്നവരാണ്. വലാ നഖ്ദിറു അലൈഹി, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല നബിയെ. വയതസദ്ദഖൂന, അവർ ധർമ്മം ചെയ്യുന്നു. വലാ നഖ്ദിറു അലൈഹി, ഞങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ കഴിവില്ല. വയുതിഖൂന, അടിമകൾ അവർ മോചിപ്പിക്കുന്നുണ്ട്. വലാ നഖ്ദിറു അലൈഹി, അടിമകളെ മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല നബിയെ. വൈദാ മരിദു, അവർ രോഗികളായാൽ എന്ത് ചെയ്യും, ബഅസുബിഫദിയം, അവർക്കുള്ള സമ്പത്ത്, അവരുടെ ഔദാര്യം, ആ സമ്പത്തിന് ബാക്കിയുള്ളത് കൊടുത്തയക്കും. ദുഖറല്ലഹും, അത് അവർക്കൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് അടവെക്കും. ഇങ്ങനെല്ലാം കഴിവുള്ളവരാണ് അവർ നബിയെ, അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഫുഖറാ പറയുന്നത് നബിയെ. ആ ഒരു ആവലാതി അങ്ങയുടെ മുന്നിൽ അവിടെ ദൂതനായി വന്ന ഞാൻ ഇതാ കെട്ടിവെക്കുന്നു നബിയെ. ഇത് പറയുമ്പോ എന്തുണ്ടായി എവിടെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അതാ ഹബീബായ നബി തങ്ങൾ പറയുന്നു, എന്ത്, ബലഅൽ ഫുഖറാ അന്നി, എന്നെ തൊട്ട് സാധുക്കൾക്ക് നീ എത്തിച്ചു കൊടുക്കണം. എന്ത്, അന്ന ലിമൻ സബറ വഹതസബ മിൻഹും, ഇവരിൽ നിന്ന് ആരാണോ ക്ഷമിച്ചത്, ആരാണോ കൂലി മോഹിച്ചത് അവർക്കുണ്ട് എന്ത്, സലാസ ഖിസാല്, 3 കാര്യങ്ങളുണ്ട്. എന്താണ് 3 കാര്യം? ലൈസൽ അഗ്നിയായി മിൻഹാ ഷൈഉൻ, ഈ 3 കാര്യങ്ങളിൽ നിന്ന് സമ്പത്തുള്ള ഒരാൾക്കും അത് കിട്ടൂല. അങ്ങനെ കിട്ടാത്ത 3 കാര്യങ്ങൾ സാധുക്കളായ ഫക്കീറന്മാർക്കുണ്ട്, ആ വിവരം എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നബി തങ്ങൾ അതാ വിശദീകരിക്കുകയാണ്. അമ്മൽ ഖസ്ലത്തുൽ ഊല, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഫഇന്ന ബിൽ ജന്നത്തി ഖുറഫൻ മിൻ യാഖൂത്തിൻ അഹ്മറ, ചുവന്ന മാണിക്കത്താലുള്ള ഒരു മണിമാളിക സ്വർഗത്തിലുണ്ട്. യൻദുറു ഇലൈഹ അഹ്ലുൽ ജന്നത്തി, സ്വർഗാവകാശികൾ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ കമാ യൻദുറു അഹ്ലുദ് ദുനിയാ ഇലൻ നുജൂമി ഫിസ് സമായി, ആകാശ ലോകത്ത് രാത്രിയാമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിലേക്ക് ദുനിയാവിലുള്ള നമ്മൾ നോക്കുന്നത് പോലെ സ്വർഗത്തിലുള്ള ആളുകൾ ആ മാണിക്ക കൊട്ടാരത്തിലേക്ക് നോക്കുകയാണ്. ചുമന്ന മാണിക്കത്തിനാലുള്ള മണിമാളികയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ലാ യദ്ഖുലുഹ, ആ ചുമന്ന മാണിക്കത്തിനാലുള്ള മാണിക്ക കൊട്ടാരത്തിൽ കടക്കൂല ഇല്ലാ നബിയുൻ, ഒരു പ്രവാചകനും അല്ല, വലാ ഫഖീറുൻ, ഒരു ഫഖീറും അല്ലാതെ കടക്കൂല, ഔ ഷഹീദുൻ ഫഖീറുൻ, അല്ലെങ്കിൽ ഫഖീറായ ഷഹീദ്, ഔ മൂമിനും ഫഖീറുൻ, അല്ലെങ്കിൽ സാധുവായ മൂമിൻ. ഒന്നിരിക്കൽ പ്രവാചകന്റെ സ്വർഗം, അല്ലെങ്കിൽ വെറും സാധുവായ മനുഷ്യൻ, അല്ലെങ്കിൽ സാധുവായ ഷഹീദായ മനുഷ്യൻ, അല്ലെങ്കിൽ സാധുവായ മുഅ്മിൻ, ഈ 4ൽപ്പെട്ടവരല്ലാതെ ആ സ്വർഗത്തിൽ പോകൂല. അങ്ങനത്തെ ഒരു സ്വർഗം സാധുക്കൾക്കുണ്ട്, ഇത് സമ്പന്നന്മാർക്കില്ല. ഇതാണ് ഒരു കാര്യമെങ്കിൽ. വൽ ഖസ്ദതു സാനിയത്തു, രണ്ടാമത്തെ കാര്യം, തദ്ഖുലുൽ ഫുഖറാഉൽ ജന്നത, സ്വർഗത്തിലേക്ക് സാധുക്കൾ കടക്കും. ഖബ്ലൽ അഗ്നിയായി, മുതലാളിമാർ കടക്കുന്നതിന് മുമ്പ്. ബിനിസ്ഫി യൗമിൻ,
ഒരു ദിവസത്തിന്റെ പകുതിക്ക് മുമ്പ് തന്നെ ആര് പോകും? സാധുക്കള്. അത് കഴിഞ്ഞിട്ടേ സമ്പത്തുള്ളവർ സ്വർഗത്തിലേക്ക് വരികയുള്ളൂ. സമ്പത്തുണ്ട് എന്ന് കരുതിയോണ്ട് സ്വർഗത്തിലേക്ക് വേഗം പോകൂല, സാധുക്കളാണ് പോവുക. ആ ഒരു ദിവസം ദുന്യാവത്തെ ദിവസമല്ല. വഹുവ, ആ ദിനം മിഖ്ദാറു 500 ആം, 500 കൊല്ലം ദീർഘമുള്ള കണക്കുള്ള ദിനമാണ്. 500 കൊല്ലത്തിന്റെ പകുതി. അത് കഴിഞ്ഞിട്ട് അവർ എത്രയാവും? 500 കൊല്ലം 250. 250 വർഷം കഴിഞ്ഞിട്ടേ മുതലാളിമാർ സ്വർഗത്തേക്ക് പോകുള്ളൂ. അതിനും ആര് പോകും? പാപങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ഇത് രണ്ടേ. സാലിസത്തും, മൂന്നാമത്തെ കാര്യം ഏതാണെന്നറിയാമോ? ഇദാ ഖാൽ ഫഖീറു, സാധുവായ മനുഷ്യൻ പറയുന്നു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മുഖ്ലിസൻ, ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അവന് കിട്ടുന്നതാണ് ഈ മൂന്നാമത്തെ കാര്യം. ഇത് സമ്പത്തുള്ള ആൾക്കില്ല. എന്നാൽ സമ്പത്തുള്ള ആളും ഇതുപോലെ പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലോ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞാലും ലം യലഖിൽ ഫഖീരി ഫീ ഫളിഹി, സാധുവിന്റെ ശ്രേഷ്ഠതയിൽ സാധുവിനോടെത്താൻ ആരെ കൊണ്ട് കഴിയൂല, സമ്പത്തുള്ള ആളുകൾക്ക് ചേരാൻ കഴിയൂല. വിവേക്കിലാണ്. സാധുവായ മനുഷ്യൻ ലഭിക്കേണ്ട ഇരട്ടി പ്രതിഫലം അതാർക്ക് കിട്ടൂല, സമ്പത്തുള്ള ആളുകൾക്ക് കിട്ടൂല. വഇൻ അൻഫഖൽ ഗനിയ്യു മഅഹ 10,000 ദിർഹമിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ വചനത്തോടുകൂടെ സമ്പത്തുള്ള ഒരാൾ 10,000 വെള്ളി നാണയം ധർമ്മം ചെയ്തു വെച്ചോ, എന്നാലും സാധുവിന് കൊടുക്കുന്ന ഇരട്ടി പ്രതിഫലം, സാധുവിന് കിട്ടുന്ന പുണ്യം അതിലേക്ക് എത്തിച്ചേരാൻ സമ്പത്തുള്ള ആൾക്ക് കഴിയൂല എന്ന് മുത്തു മുസ്തഫ മുഹമ്മദ് നബി തങ്ങൾ ആ ദൂതനോട് പറയുന്നു. പോരെ, സാധുവായി നമുക്ക് ജീവിക്കാനോ? അന്നാതെ ജീവിതം കഴിഞ്ഞാൽ പോരെ? സാധുക്കളായതുകൊണ്ട് സമുദായത്തിന് നിലയുണ്ടാവൂല, സമ്പന്നന്മാര് കൗരിക്കൂല, കല്യാണത്തിന് വിളിക്കൂല, സദസ്സിലേക്ക് കയറ്റിയിരുത്തൂല, ചെന്നാ തന്നെ കസാര ഇട്ടു തരൂല. അവൻ സാധുവല്ലേ, കണ്ടോട്ടെ. പക്ഷെ അള്ളാന്റെ മുന്നിലാണ് സ്ഥാനം. അങ്ങനെ സാധു ചിന്തിച്ചാൽ കഴിച്ചിലായില്ലേ? വകദാലിക, പ്രകാരം തന്നെയാണ് അഅ്മാറുൽ ബിർരി കുല്ലിക, ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെടുത്താൽ എല്ലാം അവനെടുത്താലും ആരോടുക്കെത്തൂല, സമ്പത്തുള്ള ആളെത്തൂല. ഫറജഅ ഇലൈഹിമുർ റസൂൽ, ഈ സന്തോഷം കൊണ്ട് നബിന്റെ തിരുവായത് കിട്ടിയ തിരുവാക്യങ്ങൾ കേട്ട് അതാ ദൂതൻ സാധുവിലേക്ക് ചെല്ലുന്നു, ഫുഖറാനടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഫഅഖബറഹും ബിദാലിക, നബി തങ്ങൾ പറഞ്ഞ ആ മുത്തുമണികൾ അതാ സാധുക്കൾ മുമ്പാകെ വിരിച്ചു കൊടുക്കുകയാണ്. ഫഖാലു, ഇത് കേട്ടപ്പോൾ സാധുക്കളായ ആളുകൾ റളീനാ യാ റബ്ബ റളീനാ, ഞങ്ങളാതാ ഞങ്ങൾക്ക് തൃപ്തിയായി എന്നാണ് സാധുക്കൾ പറയുക. പോരെ സാധുവിന്റെ സ്ഥാനം? ഇതിനും വലിയ സ്ഥാനം സാധുവിനെ എവിടെ കിട്ടാന്? അള്ളാന്റെ അടുക്കൽ മാത്രല്ല, നബിമാര് പോകുന്ന സ്വർഗം, സമ്പത്തുള്ള ആൾ എത്ര ചെയ്താലും കിട്ടാത്ത ഗനി, അതല്ലേ വേണ്ടത്? അൽഹംദുലില്ലാഹ്. ഇങ്ങനെ സാധുക്കളായി ജീവിക്കുവാൻ ആത്മാർത്ഥമായി ദിക്റൊക്കെ ചൊല്ലി നടന്നാൽ അൽഹംദുലില്ലാഹ് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി നാളെ